പ്രിയമുള്ളവരെ, ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി സംഘപരിവാറും ക്രിസംഖികളും ചേർന്ന് ഡെമോണൈസ് ചെയ്തിരിക്കുകയാണ് മുസ്ലിങ്ങളെ. സത്യത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ കൂടപ്പിറപ്പുകളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു സഹസ്രാബ്ദമായി. ഒരേ ചിന്തയോടെ ഒരുമയോടെ പരസ്പരം പങ്കിട്ട ജീവിതമായിരുന്നു അവരുടേത്. ബാബരി പള്ളിയുടെ തകർച്ചയോടെ രൂപപ്പെട്ട അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് അങ്ങിങ്ങുയർന്നു വന്ന തീവ്രവാദ ഗ്രൂപ്പുകളാണ് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഒരു കാരണം. കർണാടകയിലെ തീരപ്രദേശത്ത് നിന്നും ചില ഹിന്ദു പെൺകുട്ടികൾ മിസ്സിംഗായ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തെ പിടിച്ചു കുലുക്കിയ ലവ് ജിഹാദ് ആരോപണം മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി ചിലർ ബോധപൂർവം മാറ്റി. കർണാടകയിലെ ധർമ്മസ്ഥല എന്ന പ്രദേശത്തെ ഒരു അമ്പലത്തിനോടനുബന്ധിച്ച് 485 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്ന ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നു. കൊലപാതകമല്ലാതെയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ചുവന്ന തെരുവുകളിൽ എത്തിക്കുന്ന ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായതായി ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് ഇതെല്ലാം ലവ് ജിഹാദിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ചില പാളിച്ചകൾ അഥവാ അപഭ്രംശം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രൂപീകരണം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2022 മെയ് 28 ചന്ദ്രിക പത്രത്തിൽ RSSന് മറുമരുന്ന് തേടുന്നവർ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിവിടെ വായിക്കാം. കുറേ പേർക്കെങ്കിലും മുസ്ലിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുവാൻ ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തോടെ. RSS പ്രസ്ഥാനം എന്തിനാണ് നിലകൊള്ളുന്നതെന്ന് എല്ലാവർക്കും അറിയാം. രൂപീകരണ കാലം തൊട്ട് ഇന്നേ വരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണെന്നും മറ്റുള്ളവർ അക്രമകാരികളായി ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണെന്നും അവർ നമ്മുടെ ശത്രുക്കളാണെന്നും അവരെ നാട് കടത്തിയോ രണ്ടാം പൗരന്മാരാക്കിയോ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണം എന്നുമാണ്. എന്നാൽ ഈ ഒരു ആവശ്യം ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ല. കാരണം ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല. എന്നും ബഹുസ്വരമാണ് ഇന്ത്യ. ഒരു RSSകാരനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും. ഏറ്റവും വലിയ 4 സംസ്ഥാനങ്ങളിൽ 3ൻ്റെയും മുഖ്യമന്ത്രിമാരും RSSകാർ തന്നെയാണ്. ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ 35-40% വരുന്ന അസാം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും RSSകാരൻ തന്നെ. അദ്ദേഹം മദ്രസ എന്ന വാക്കുപോലും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതൊക്കെ ഇന്നത്തെ യാഥാർത്ഥ്യമാണെങ്കിലും ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളവരുമാണ്. നേരത്തെ പറഞ്ഞ സാഹചര്യം സംജാതമായതിന് കാരണക്കാർ ജനങ്ങളല്ല, രാഷ്ട്രീയക്കാരാണ്. അണ്ടിയോ മാങ്ങയോ മൂത്തതെന്ന അവരുടെ തർക്കങ്ങൾ നിമിത്തം RSSൻ്റെ അജണ്ടയ്ക്ക് നിന്നു കൊടുക്കേണ്ടി വരികയാണ് ഇന്ത്യക്ക്. അതിൻ്റെ പരിക്ക് മുഴുവൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. പക്ഷെ അതിന് മറുമരുന്നല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ റാലിയിൽ കേട്ട കാലന്മാർ വരുന്നുണ്ടെന്ന താക്കീത്. നിങ്ങൾക്ക് ആരെയും സംരക്ഷിക്കാൻ സാധിക്കില്ല. കൊലക്ക് കൊല പരിഹാരമല്ല. അതിനെ എത്ര ന്യായീകരിച്ചാലും വെളുപ്പിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ടിന് കഴിയില്ല. RSSൻ്റെ രൂപീകരണം തൊട്ട് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം. ഇടയ്ക്കൊക്കെ ആക്രമണം കാണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആത്മാവിൽ അവർ ആഞ്ഞു കുത്തിയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൽ പ്രതികൾ പിടിക്കപ്പെടാതെ പോയിട്ടുമുണ്ട്. എങ്കിലും കേരളീയ സമൂഹത്തിൽ അവരുടെ വെറുപ്പിൻ്റെ കലക്ക് വിലക്കുണ്ട്. ജനം അത് തള്ളിയിട്ടുണ്ട് എന്നതിന് 66 വർഷത്തെ കേരള സമൂഹമാണ്, ഇതപര്യന്തമുള്ള ചരിത്രമാണ് സാക്ഷി. RSSനെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ NDF ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ നിലക്ക് നിർത്തണം എന്ന് കേരളം ഒന്നിച്ചാവശ്യപ്പെടുകയാണ്. ഇങ്ങനെയൊരു തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ താങ്ങും തണലും ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തീർത്തു പറയാൻ ഓരോ മുസ്ലിം സംഘടനക്കും മടിയേതുമില്ല. പോപ്പുലർ ഫ്രണ്ടുമായി ചങ്ങാത്തമോ അടുപ്പമോ കാത്തുസൂക്ഷിക്കുന്ന ഒരൊറ്റ മുസ്ലിം മതസംഘടനയും കേരളത്തിലില്ല. ചില പണ്ഡിത വേഷധാരികൾ അവരുടെ സമ്മേളനത്തിലും മറ്റും എഴുന്നള്ളാറ് ഉണ്ട്. അവരുടെ തെറ്റ് അവർ തീർക്കട്ടെ. 1977 അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സിമി. പിന്നീട് അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴ് ഘടകമായി. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. 1979 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം വിജയിച്ചതോടെ
സമാനമായ സായുധ പോരാട്ടം ഇന്ത്യയിലും നടത്തണമെന്ന് സിമി വാദിച്ചു പോന്നു. യാസർ അറഫാത്ത് എന്ന ഫലസ്തീൻ നേതാവിനെ ജമാഅത്ത് അംഗീകരിച്ചിട്ടും അവർ തള്ളിപ്പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ കരിങ്കൊടി വീശി. ജമാഅത്ത് നേതൃത്വത്തിന് പോലും സിമിയെ ഉൾക്കൊള്ളാൻ ആയില്ല, തിരുത്താനും സാധിച്ചില്ല. ജമാഅത്ത് സിമിയുടെ രക്ഷാകർതൃത്വം 1981 ഉപേക്ഷിച്ചു. സിമി ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമായി പ്രവർത്തിക്കാൻ തുടങ്ങി. കേരളത്തിൽ സിമിക്ക് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും രാത്രി ചുവരെഴുത്തും പകൽ സെമിനാറുകളും ഒക്കെയായി മുസ്ലിം സമൂഹത്തിലെ ഇത്തിൽ കണ്ണിയായി അവർ സേവനം ചെയ്തു. ആ ഇടക്കാണ്, അഥവാ 1987-89 കാലം, കോഴിക്കോട് ജില്ലയിൽപ്പെട്ട വടകര താലൂക്കിലെ നാദാപുരത്തെ സാമൂഹിക അന്തരീക്ഷം വഷളാകുന്നത്. ധനാഢ്യരായ മുസ്ലിങ്ങളുടെ മേൽക്കോയ്മയും ദരിദ്രരായ ഈഴവരുടെ വർഗീയമായ പ്രതികരണവും ഒരു ചെറിയ ഇടവേളയിൽ കുറേ അരുംകൊലകൾക്ക് സാക്ഷ്യം വഹിച്ചു. മയ്യത്ത് പോലും മറവ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന വെല്ലുവിളിയുമൊക്കെ ഒരു പ്രശ്നമായി വളർന്നു. ഈ ഒരു അവസരം മുതലെടുത്താണ് പ്രാദേശികമായ ഒരു പ്രതിരോധ സേന രൂപം കൊണ്ടത്, NDF അഥവാ നാദാപുരം ഡിഫൻസ് ഫോഴ്സ്. 30 വയസ്സ് പിന്നിട്ട സിമി പ്രവർത്തകർക്ക് കയറി നിൽക്കാൻ അന്നൊരു സംഘടനയുണ്ടായിരുന്നില്ല. അവർ NDFിലേക്ക് കൂട്ടത്തോടെ ചേക്കേറി. നേരത്തെയുള്ള അവരുടെ നെറ്റ്വർക്ക് പെട്ടെന്ന് സജീവമാവുകയും മലബാറൊട്ടുക്കും അതീവ രഹസ്യമായി ശാഖകൾ രൂപീകരിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ RSSന് ബദലാവാൻ അബ്ദുൽ നാസർ മഅ്ദനി ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു, ISS. അത് പിരിച്ചുവിട്ടപ്പോൾ അനാഥരായ അണികളും NDFിൽ അഭയം പ്രാപിച്ചു. ഇതാണ് കേരളത്തിലെ പ്രൊഫഷണൽ മുസ്ലിം തീവ്രവാദത്തിൻ്റെ തുടക്കം. ബാബരി മസ്ജിദ് ധ്വംസനം ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നു. ഉത്തര മലബാറിലെങ്ങും ഇവർ ഡ്രിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. നേതൃത്വം മുഴുവൻ മുൻ സിമിക്കാരുടെ കയ്യിലായി. അവർക്ക് ആരോടുമില്ല ഉത്തരവാദിത്വം. തീവ്ര നിലപാടുകൾ വെച്ചു പുലർത്തിയ ഒരു സംഘമാണ് NDF ഉണ്ടാക്കിയത്. ഇസ്ലാമികമായ യാതൊരു അടിസ്ഥാനവും അതിനില്ല. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ച് ആരംഭം കുറിച്ച തലതെറിച്ച നാഥനില്ലാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എന്തടിത്തറയാണുള്ളത്? RSS എപ്രകാരമോ അപ്രകാരം തന്നെയാണ് ഇവരും. കേരളീയ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾക്ക് നേതൃത്വം കൊടുത്ത ഒരു നേതാവ് പോലും ഇവർക്കില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പൗരസമൂഹത്തിനിടയ്ക്ക് ഒരു പ്രസ്ഥാനമുണ്ട്. അത് പരിണിത പ്രജ്ഞരായ നേതാക്കൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. എക്കാലവും അതിന് വിരുദ്ധമായ നിലപാടെടുത്തു എന്നതാണ് NDF ഉണ്ടാക്കിയവരുടെ പാരമ്പര്യം. വലിയ വളർച്ച നേടിയെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഏതാനും വർഷം കൊണ്ട് കേരളം ഭരിക്കുമെന്ന് വീമ്പ് പറയുന്നുണ്ട്. എന്നാൽ ഈ വീരവാദങ്ങൾ അരിയും മരരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് മുസ്ലിങ്ങളുടെ ചെലവിൽ വിളിക്കുവാൻ നിങ്ങൾ വരേണ്ടതില്ല. സ്വഭാവത്തിൽ ഇവരും RSSും വ്യത്യസ്തരല്ല. ഈ രണ്ട് കൂട്ടരെയും കേരളം വെറുക്കണം. പൊതുമണ്ഡലത്തിൽ ഇരുവരെയും ബഹിഷ്കരിക്കണം. തെക്കൻ കേരളത്തിലെ ചില മുസ്ലിം പോക്കറ്റുകളിൽ ഇവരുടെ സ്വാധീനമാണ്, ഇവരുടെ സംരക്ഷണ പരിവേഷമാണ് ക്രിസ്തീയ സമൂഹത്തെ ഒന്നടങ്കം മുസ്ലിം വിരുദ്ധരാക്കിയത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും മുസ്ലിങ്ങളെ വെറുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. അതാണ് തീവ്രവാദത്തിൻ്റെ മൗലിക ഘടന. അതിനാൽ ആരുമായും ഇവർ നല്ല ബന്ധം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഡോക്ടർ ഹാദിയ കേസിൽ പ്രത്യക്ഷത്തിൽ അനീതി തോന്നുന്ന ഇടക്കാല വിധി പുറപ്പെടുവിച്ച് ജഡ്ജിക്കെതിരെ ആയിരങ്ങളെ അണിനിരത്തി ഹൈക്കോടതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് പുതിയൊരു അപഭ്രംശ മാതൃക ഇവർ സൃഷ്ടിച്ചു. നേരത്തെ ലവ് ജിഹാദിൻ്റെ കയ്പ് ഉള്ളിലുള്ള ക്രിസ്ത്യൻ സമൂഹം ഹിന്ദു സമൂഹത്തോടൊപ്പം ചേർന്ന് അന്ന് മുതൽ ഒരു മുസ്ലിം വിരുദ്ധ ചേരിയുണ്ടാക്കി. നാർക്കോട്ടിക് ജിഹാദുണ്ടെന്ന് വിടുവായത്തം പറഞ്ഞ പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തി. ഇങ്ങനെ കൊണ്ടും കൊടുത്തു മുന്നേറുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ 3.5 പതിറ്റാണ്ടിൻ്റെ മിച്ചമെന്തെന്ന് ചോദിച്ചാൽ പൊതുവെ സമാധാനകാംക്ഷികളായ സഭാധ്യക്ഷന്മാരിൽ അടക്കം ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി എന്നതല്ലാതെ മറ്റൊരു ഉത്തരവും ലഭിക്കാൻ പോകുന്നില്ല. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിക്കൊണ്ട് പ്രതീകാത്മക ഖിലാഫത്ത് ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ച, റോഡിൽ വരവരച്ച് ഇതിനപ്പുറം കിടക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്ന, ചോരയ്ക്ക് പകരം ചോര എന്ന് പരസ്യമായി പ്രസംഗിച്ച് നടക്കുന്ന ഈ വ്യവസ്ഥിതി മറ്റെന്തായാലും അത് ഇസ്ലാം അല്ല. അവർക്കൊരു മത നേതൃത്വവുമില്ല. ആരും അവരെ അംഗീകരിക്കുവാൻ പോകുന്നുമില്ല. മുസ്ലിം കൈരളിക്ക് നിങ്ങളുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല തന്നെ. ലേഖനം ഇവിടെ അവസാനിച്ചു. എന്നാൽ കഥ അവസാനിച്ചിട്ടില്ല.
ഇന്നിപ്പോൾ ചിലർ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ ചരട് വലിക്കുന്നുണ്ട്. അവർ ഇസ്ലാമോഫോബിയ അന്തരീക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ഇറങ്ങി പുറപ്പെട്ടവരാണ്. അവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഭീതിപ്പെടുത്തൽ അവസാനിപ്പിക്കണം എന്നാണ്. 90കൾക്ക് മുമ്പുണ്ടായിരുന്ന കേരളത്തെ തിരിച്ചു പിടിക്കണം. മുസ്ലിങ്ങൾ തീവ്രവാദികൾ അല്ലെന്ന യാഥാർത്ഥ്യം എല്ലാവരാലും അംഗീകരിക്കപ്പെടണം. അതിനാണ് ഞാൻ ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിച്ചത്. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. താങ്ക് യു.